ഡിറ്റർമിൻ ദ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ ഓഫ് എ വൺ പോർട്ട് നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ. അപ്പൊ നമുക്കൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, ഇതിന്റെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് ഓഫ് എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിന് ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരയ്ക്കണം. ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇതെങ്ങനെയാ മാറ്റം വരാം? റെസിസ്റ്റൻസിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഇൻഡക്ടറിന് എൽ എന്നുള്ളത് എൽ ഇൻറ്റു എസ് ആവും. അതുപോലെ കപ്പാസിറ്റൻസ് സി എന്നുള്ളത് 1/CS ആവും. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് ഇങ്ങനെയായിരിക്കും വരാം. കണ്ടോ, ആറ് ഒരു ചേഞ്ചും ഇല്ല. ഇൻഡക്ടർ LS ആയി, കപ്പാസിറ്റർ 1/CS ആയി. ഇനി ഇതിന്റെ ഇസഡ് ഓഫ് എസിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ നോക്കിയേ, ആറും LSഉം സീരീസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ, R+LS. ആ R+LSഉം ഈ 1/CSഉം പാരലൽ ആയിട്ടാണ് വന്നേക്കണേ. പാരലൽ ആവുമ്പോ എങ്ങനെയായിരിക്കും ഇക്വേഷൻ എഴുതാം? R1 R2 ഡിവൈഡഡ് ബൈ R1 + R2. ഇങ്ങനെയല്ലേ? ഇവിടെ നമ്മൾ പാരലൽ കണക്ഷന് ഇക്വേഷൻ എഴുതുമ്പോൾ 1/CS × R+LS 1/CS × R+LS ഡിവൈഡഡ് ബൈ 1/CS + R+LS. ഇനി ഇതിനെ നമുക്ക് R+LS ഡിവൈഡഡ് ബൈ CS ഡിവൈഡഡ് ബൈ R+LS × CS +1 ഡിവൈഡഡ് ബൈ CS. അപ്പൊ ഈ CSഉം ഈ CSഉം ക്യാൻസൽ ആയി പോയി. ഇവിടെ നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ളൂ. ഈ 1/CSഉം R+LSഉം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കിട്ടി. ആ CSഉം CSഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോ R+LS ഡിവൈഡഡ് ബൈ CS × R+LS +1 നമുക്ക് എങ്ങനെ കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ ന്യൂമറേറ്ററിൽ നിന്ന് L നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. L കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താ വരാ? ന്യൂമറേറ്ററിൽ L × S + R/L ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൽ നിന്ന് നമ്മൾ Lഉം Cയും പുറത്തേക്ക് എടുക്കും. ന്യൂമറേറ്ററിൽ നിന്ന് കണ്ടോ, ന്യൂമറേറ്ററിൽ നിന്ന് നമ്മൾ Lഉം Cയും പുറത്തേക്ക് എടുക്കും. Lഉം Cയും പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരാ? ഇങ്ങനെ കിട്ടും, LC × S² + R/L × S + 1/LC കിട്ടിയില്ലേ? ഈ മുകളിലത്തെ Lഉം അടിയിലത്തെ Lഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇത് C അല്ല കേട്ടോ, ഇത് ബ്രാക്കറ്റ് ആണേ. അപ്പൊ ബാക്കി എന്താ വരാ? ഇവിടെ നോക്കിയേ, 1/C × S + R/S² + R/LS + LC. ഇതാണ് നമ്മുടെ ആൻസർ. ഇത്രേ ഉള്ളൂ. Hence, this is the driving point impedance function of this network. Thank you.